ഇലക്ട്രൽ ബോണ്ട് നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ട് സ്കീം വിവരാവകാശ നിയമത്തിന്റെ ലംഘനമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു. 2017 നിയമ ഭേദഗതി സുപ്രീം കോടതി റദ്ദാക്കി. വിധി പ്രസ്താവം നടത്തിയത് 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പൗരന്റെ വിവരാവകാശത്തെ ലംഘിക്കുന്നതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. കമ്പനി നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. സംഭാവന നൽകുന്നവർക്ക് പാർട്ടിയിൽ സ്വാധീനം കൂടുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ടുകൾ ഇറക്കുന്നത് വിലക്കിയ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനും നിർദ്ദേശം നൽകി. ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കമ്പനികളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന വൻ സംഭാവനകൾ ഏകപക്ഷീയമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. സർക്കാർ സംവിധാനങ്ങളെ സ്വാധീനിക്കാനാണ് ഇത്തരം സംഭാവന എന്ന പരാമർശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ഇൻകം ടാക്സ് ആക്ടിലും ജനപ്രാതിനിധ്യ നിയമത്തിലും കൊണ്ടുവന്ന ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമെന്നും കോടതി വ്യക്തമാക്കി. കള്ളപ്പണ നിയന്ത്രണത്തിന് വേണ്ടി അറിയാനുള്ള അവകാശം ലംഘിക്കാനാകില്ലെന്നും ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവത്തിൽ പറയുന്നു. കള്ളപ്പണം നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് ബോണ്ട് മാത്രമല്ല ഉപാധിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുമാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ വിധി എഴുതിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.